ഇന്നലെ മണിപ്പൂരിൽ അമിത്ഷാ വിളിച്ചു ചേർത്ത സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിന് തൊട്ടു പിന്നാലെ മണിപ്പൂരിൽ വ്യാപകമായ റെയ്ഡും അനധികൃത ബങ്കറും ചെക്ക് പോസ്റ്റുകളും പൊളിച്ചു നീക്കി തുടങ്ങി സേന. ഇന്നലെ കൂടിയ അവലോകന യോഗത്തിൽ മണിപ്പൂരിൽ 2023 മുതൽ വിവിധ സംഘടനകൾ റോഡ് ബ്ലോക്ക് ചെയ്യുകയും അവിടെയൊക്കെ ചെക്ക് പോസ്റ്റുകളും ബങ്കറുകളും സ്ഥാപിച്ച് ജനങ്ങൾക്ക് യാത്രാ തടസ്സം സൃഷ്ടിക്കുകയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയുമായിരുന്നു നാളിതുവരെ. എന്നാൽ മാർച്ച് 8 മുതൽ എല്ലാ റോഡുകളിലൂടെയും ആളുകൾ സഞ്ചരിച്ചിരിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ നൽകിയ ഉത്തരവ്. ഇതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ കർശനമായി തന്നെ നേരിടുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കാങ്പോക് മേഖലയിലും ഇംഫാൽ ഈസ്റ്റിലും ഒക്കെ ഉണ്ടായിരുന്ന അനധികൃത ചെക്ക് പോസ്റ്റുകൾ, അതായത് റോഡിന് കുറുകെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് ഈ കലാപകാരികൾ വരുന്ന വാഹനത്തെ തടയുകയും അവരിൽ നിന്ന് വലിയ തുക ഈടാക്കുകയും ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ ബങ്കറുകൾ, മറ്റു സൈന്യവുമൊക്കെ അതിർത്തിയിൽ സ്ഥാപിക്കുന്ന പോലുള്ള ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് ആയുധങ്ങളും മറ്റുമായി നിൽക്കുന്ന വിഭാഗങ്ങളുണ്ടായിരുന്നു. അതേ കലാപകാരികൾ, ഇരു വിഭാഗത്തിൽപ്പെട്ട കലാപകാരികളും ഇത്തരത്തിൽ തന്നെ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ബങ്കറുകൾ പൊളിച്ച് നീക്കി. ഒപ്പം തന്നെ ഇവരുടെ ഒരു വരുമാന സ്രോതസ്സായ പോപ്പി കൃഷികൾ വ്യാപകമായി തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ എടുത്ത ഈ നടപടികളെ പ്രശംസിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് മണിപ്പൂർ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. മണിപ്പൂർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കേഷ്റാം മേഘ ചന്ദ്രസിംഗ് പറഞ്ഞത് ഇത് മികച്ച ഒരു തീരുമാനമാണ്, ഇത് നേരത്തെ ആകാമായിരുന്നു. ഒപ്പം തന്നെ അതിർത്തിയിൽ മ്യാൻമാർ മണിപ്പൂർ അതിർത്തിയിൽ വേലി കെട്ടുന്നതിനും തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി കയ്യടി നേടിക്കൊണ്ട് ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യാപകമായി തന്നെ റെയ്ഡുകൾ നടക്കുന്നു, ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു. ഒപ്പം തന്നെ മാർച്ച് 8 മുതൽ എല്ലാ ജനങ്ങൾക്കും റോഡിൽ സുരക്ഷിതമായി തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും കർശനമായി നേരിടുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നാം ജമ്മു കാശ്മീരിൽ കണ്ടതാണ്. അവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടായിരുന്നു ഭീകരവാദികൾ മുൻപ് അഴിഞ്ഞാടിയതെങ്കിൽ ഇന്ന് ജമ്മു കാശ്മീരിൻ്റെ ഏതു ഭാഗത്തേക്കും ഏതൊരാൾക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന വിധം സുഗമമായി കാര്യങ്ങൾ മുൻപോട്ട് പോകും. അതിനേക്കാൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരുപക്ഷെ മണിപ്പൂരിൽ കഴിഞ്ഞേക്കുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.